നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധി കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വചന ശുശ്രൂഷയുടെ മുമ്പാകെ നാം ആയിരിക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ, ദൈവത്തിന്റെ ആലോചന നമ്മെ കേൾപ്പിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ആയിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് തുടർന്നും നിങ്ങളെല്ലാവരെയും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഹൃദയങ്ങളിൽ നൽകി തന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് അല്പനേരം ദൈവവചനത്തിന്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ വചനത്തിന് വേണ്ടി, നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ സംഭവ കഥയാണ്. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ദൈവവചനത്തിൽ നിന്ന് ആരോ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. ആ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്ത ഭാഗം, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ച് അവർ വാടിയ മുഖത്തോടെ നിന്നു. ബാക്കി നമുക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ തുടർന്നുള്ള വചനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ ഇടവരുത്തുമാറാകട്ടെ. നമുക്കറിയാം, ഈ ഭാഗം യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം സംഭവിച്ച കാര്യമാണ് എന്ന് നമുക്കറിയാം. അതിന്റെ 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ എമ്മവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമുക്കിവിടെ കാണുവാനായി കഴിയും. ഈ എമ്മവൂസ് എന്ന് പറയുന്നത് യെരുശലേമിന് ഏറ്റവും അടുത്ത ഒരു അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ് ഈ എമ്മവൂസ് എന്ന് പറയുന്നത്. ഈ ജെറുസലേം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വലിയൊരു ഇതല്ലായിരുന്നു, എന്നാൽ ഒരു ചെറിയ ഒരു സ്ഥലമായിരുന്നു ഈ ജെറുസലേം എന്ന് പറയുന്നത്. ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഈ 12 അല്ലെങ്കിൽ നമ്മൾ പറയപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ പെടുന്നവര് അല്ല, എന്നാൽ അവർ ശിഷ്യന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. മറ്റു ശിഷ്യന്മാരെ പോലെയുള്ള ശിഷ്യന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഒറിജിനൽ സർക്കിളിലുള്ളവരല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അവരുടെ പേര് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ എഴുതിയിട്ടില്ല, എന്നാൽ ഒരാളുടെ പേര് നമുക്ക് കാണാൻ കഴിയും. ഹിസ് നെയിം ഈസ് ക്ലിയോപ്പാസ്. ക്ലിയോപ്പാസിനെ കുറിച്ച് 24-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും. ഇനി നോക്കൂ, അതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ their word seems to them as idle tales. അവർക്ക് ഇവര് പറഞ്ഞ വാക്കുകൾ ഒരു കഥ പോലെയായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായി കഴിയും. ആര് പറഞ്ഞ വാക്കുകൾ? മേരി മഗ്ദലനം, ജോന്ന ആൻഡ് മേരി ദ നെയിം മദർ ഓഫ് ജെയിംസ്. ഈ 3 പേരും യേശു കർത്താവിനെ കണ്ട കാര്യം, അല്ലെങ്കിൽ യേശു കർത്താവിനെ അല്ല, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തങ്ങളോട് അറിയിച്ച കാര്യം ഈ കൂടിയിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കഥയായിട്ടാണ് തോന്നുവാനിടയായി തീർന്നത്. അവരത് വിശ്വസിച്ചില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിന്റെ ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവർ അത് വിശ്വസിച്ചില്ല. ഇവർ വന്ന് വലിയ കാര്യത്തില് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കല്ലറയ്ക്കൽ പോയപ്പോൾ യേശു കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല, ശരീരം കാണുവാൻ കഴിഞ്ഞില്ല, കല്ലാരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ദൂതൻ നിന്നുകൊണ്ട് 2 പുരുഷന്മാർ ഞങ്ങളോട് സംസാരിച്ചു. അവര് പറഞ്ഞു, ഞങ്ങളെ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഇന്നത്തെ കാര്യങ്ങളെല്ലാം വന്ന്
ഈ 3 പേരും അറിയിച്ചത് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കൂട്ടത്തിലുള്ളവരായിരുന്നു, എന്ന് വെച്ചാൽ ആ കൂടിയിരുന്നവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു ഈ 2 ശിഷ്യന്മാർ എന്ന് പറയുന്നത്. ഈ 2 ശിഷ്യന്മാര് അവര് പറഞ്ഞ വാക്കുകളും വിശ്വസിക്കാതെ ഇതൊരു കഥ പോലെ തോന്നിയ ശിഷ്യന്മാർ. ഇനി അടുത്ത് നോക്കൂ. പത്രോസ് ഓടിപ്പോയി നോക്കുവാനിടയായി തീർന്നു. ആ ഭാഗം നമുക്കിവിടെ കാണുവാനായി കഴിയും. ഇനിയും അതിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവർ അവന്റെ വാക്ക് ഓർത്തു. ആര്? ഈ സ്ത്രീകൾ, ഇവര് ഒരുങ്ങിപ്പോയ സ്ത്രീകള് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് തനിക്ക് അവർക്ക് പ്രത്യക്ഷനാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിയിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഓർത്തു. അതുവരെയും അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ, എല്ലാം നിലവാരത്തിലും തകർന്നു പോയി എന്ന് തോന്നിയ സാഹചര്യം, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്നുള്ള ചിന്താകുലത, ഈ ആകുലതകളും ഈ വ്യാകുലതകളുമായിട്ട് കല്ലറയ്ക്കലേക്ക് ചെന്ന ഈ മറിയയ്ക്ക് അല്ലെങ്കിൽ ഈ 3 സ്ത്രീകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവര് ചിന്തിച്ചു, ആരോ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നാൽ അവരോട് ഈ വന്ന പുരുഷന്മാർ അവരോട് പറഞ്ഞു, മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓർക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവര് കല്ലറ വിട്ട് ഓടിച്ചെന്ന് അവരോട് അറിയിക്കുകയാണ്. ഈ അറിയിച്ച വാക്കുകൾ അവര് എന്താ സംഭവിച്ചത്? ഈ വാക്കുകൾ അവർക്ക് വെറും കഥ പോലെ തോന്നി. ആർക്ക്? വിശ്വസിക്കേണ്ട ഒരു കൂട്ടം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം, യേശുവിനോട് കൂടെ നടന്ന, യേശുവിനോട് കൂടെ സഞ്ചരിച്ച, യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച, യേശുവിന് വേണ്ടി ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടിന് ഇതൊരു വെറും കഥ പോലെയാണ് തോന്നുവാനിടയായി തീർന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് എത്തി വീണ്ടും ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുവാൻ പിന്നീട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മുൻപോട്ട് പോകുക. ആ 3 ഈ ശിഷ്യന്മാർ, ഈ 2 പേര് അവര് എമ്മോസിലേക്ക് നടന്നു പോവുകയാണ്. എമ്മോസിലേക്ക് നടന്നു പോയപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് യേശു താനും അവരോട് കൂടെ നടക്കുകയാണ്. അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടക്കുകയാണ്. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 പേർക്കും ആരാണ് കൂടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരാണ് അവരോട് കൂടെ നടന്ന് അവരോട് കൂടെ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവര് വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് ഏകദേശം ഒരു സൺഡേ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം ഇവരുടെ മനസ്സ് തകർന്നിരിക്കുകയാണ്. ഇവരുടെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ മനസ്സ് ആകപ്പാടെ ആ ഒരു റോളർ കോസ്റ്റർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവര് എത്തപ്പെട്ടിരിക്കുന്ന, ആ ഒരു ഇമോഷനിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുകയാണ്. അവരാകപ്പാടെ തകർന്ന് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് ഇവര് കേൾക്കുന്ന വാർത്തകൾ. അതുവരെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഈ അവർക്കുണ്ടായ അതിന് തൊട്ട് 2 ദിവസം മുമ്പുണ്ടായ അവരുടെ അനുഭവങ്ങൾ, അവർക്കുണ്ടായ അവരുടെ പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകൾ, അവരുടേതായ ആ ഒരു യേശു കർത്താവിന്റെ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് വയലന്റ് ഡെത്ത്, അത് മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഒരു നേതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ ടീച്ചറിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു നല്ല സുഖത്തിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ നിലവാരത്തിലുള്ള ചിന്തകളും വ്യാകുലതകളുമായിട്ട് അവർ അട്ട ഡെസ്പെയറിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് യേശു കർത്താവ് താനും കൂടെ നടക്കുന്നതായിട്ട് കാണുവാനായി കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ സൺഡേ ആണ് തിരഞ്ഞെടുത്തെന്ന് നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ഈ 2 ദിവസങ്ങളും അവരുടെ മനസ്സ് അവര് വ്യാകുലതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. അവര്
ആകപ്പാടെ തകർന്നിരിക്കുന്ന അവസ്ഥ, അവർക്ക് അനേകം നഷ്ടങ്ങൾ സംഭവിച്ചതുപോലെ തോന്നുന്ന അവസ്ഥ. They lost so much more than just a friend. ഒരു സുഹൃത്തിനേക്കാൾ ഏറ്റവും ഒരു നല്ല വ്യക്തി, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സുഹൃത്തിനേക്കാളൊക്കെ ഉറ്റ ചങ്ങാതിയായ യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നോക്കൂ, they lost their dreams about the kingdom of God. ആ രാജ്യത്തെ കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തെ കുറിച്ചുള്ള അവരുടെ ഡ്രീം അവർക്ക് നഷ്ടമായിട്ടിരിക്കുകയാണ്. അവർ ചിന്തിച്ചതുപോലെയല്ല ഈ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത് അവർ ചിന്തിച്ചതുപോലെ അവർ നടക്കുമെന്ന് ചിന്തിച്ച് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരായിരുന്നു. ഇനി നോക്കൂ, they lost their hopes and dreams. അവരുടെ കഴിഞ്ഞ 3 വർഷക്കാലം അവർ ഓറിയന്റ് ചെയ്ത അവരുടെ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായ നിലവാരത്തിലേക്ക് അവർ പോകുന്നു. അങ്ങനെ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടതായ ഒരവസ്ഥയിലൂടെ അവർ പോവുകയാണ്. അവർ എന്തിനു വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചുവോ, ഹല്ലേലൂയ, അവർ എന്തിനു വേണ്ടി എല്ലാം വിട്ടുകളഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോയോ, ആ ഒരു ദർശനം, അവർക്ക് എന്തോ കിട്ടുമെന്നുള്ള ദർശനം, അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നോക്കൂ, 2 ദിവസം മുൻപ് യേശു കർത്താവിനെ അവർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാതെ, പവർലെസ് ടു പ്രിവെന്റ്, അവരെ തടുക്കുവാൻ കഴിയാതെ ആയിരുന്ന അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇനിയും മുൻപോട്ട് എന്ത് ചെയ്യുമെന്ന്, അവർക്ക് ചെയ്യുവാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവരായിരിക്കുകയാണ്. ഇനി നോക്കൂ, അവിടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനിയും അവർ പ്രതീക്ഷിക്കുവാൻ കൂടെ മടിക്കുന്ന ഒരു തലത്തിലേക്ക് അവരെത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ശിഷ്യന്മാർ എത്തപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആകപ്പാടെ എല്ലാം പോയി, എല്ലാം അവരുടെ സ്വപ്നങ്ങളും നഷ്ടമായി, എല്ലാം തകർന്നടിഞ്ഞുപോയി, എല്ലാം ഇനി മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് ഒരു വകയില്ല എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരാണ് നമുക്ക് ഈ ശിഷ്യന്മാരെ കാണുവാനായി കഴിയുന്നത്. അവരോട് കൂടെ ആരാണ്? യേശു കർത്താവ് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരും എത്തപ്പെട്ടിരിക്കുമ്പോൾ, ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് മനുഷ്യന്റെ വിവിധ തരത്തിലുള്ള ഇമോഷൻസിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്, ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. എന്തു ചെയ്യും, എങ്ങനെയായിരിക്കും, എങ്ങനെ തലങ്ങളിലൂടെ മുൻപോട്ട് പോകും, പ്രതീക്ഷകളുണ്ടോ, പ്രതീക്ഷിക്കുവാൻ വകയുണ്ടോ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടോ എന്നിത്യാദി നിലവാരങ്ങളിലൂടെ, ചിന്തകളിലൂടെ, വ്യാകുലതകളിലൂടെ, അവസരങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ, നിലവാരങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദര, സഹോദരി, ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ നിന്നിൽ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, നിന്റെ ഡ്രീംസ് തീർന്നുപോയി എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, നിന്റെ നിലവാരങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികളുണ്ട് എന്ന് ചിന്തുന്ന സാഹചര്യത്തിൽ നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിനക്ക് പ്രതീക്ഷ നൽകുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ കരുത്ത് നൽകുന്ന, നിനക്ക് ഊർജം നൽകി തരുന്ന, നിന്നെ മുൻപോട്ട് ചലിപ്പിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Hallelujah. 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 അവരെല്ലാം തകർന്നു പോയി എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെത്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവര് കടന്നു പോയിരിക്കുന്നത്. Praise the Lord. Praise the Lord. എന്ന് വെച്ചാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട്, റിച്ചാർഡ് റോഹർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ലിമിനൽ സ്പേസ് എന്നാണ്. ലിമിനൽ സ്പേസ്. ഈ ലിമിനൽ സ്പേസ് എന്ന് പറയുന്ന ഈ വാക്കിന്റെ ലാറ്റിൻ, റൂട്ട് ലാറ്റിൻ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ത്രെഷോൾഡ് എന്നാണ്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് എ ട്രാൻസിഷൻ, ചേഞ്ച്, when we are moving from one place or one state of being to another. ഒരു പ്രത്യേക തലത്തിൽ നിന്ന്, ഒരു പ്രത്യേക അനുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വേറൊരു തലത്തിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യം എന്നാണ് അതിന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ, praise the Lord, hallelujah, hallelujah, in
this situation, ഈ particular സാഹചര്യത്തിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നീ വഴുതി പോകുമെന്ന് നിനക്ക് തോന്നുന്ന സാഹചര്യം, നീ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പൊയ്പോകുമെന്ന് തോന്നുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിന്റെ ചിന്തകളും വ്യാകുലതകളും ഇമോഷൻസും ഒക്കെ പൊങ്ങി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ എല്ലാ നിലവാരത്തിലും ഇനി മൈൻഡിനെ നിനക്ക് നിയന്ത്രിക്കുവാൻ പറ്റാത്ത ഒരു തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിന്റെ ഇമോഷൻസ് വന്ന് കുമിഞ്ഞുമോടുമ്പോൾ, ഒരു വേറൊരു തലത്തിലേക്ക് നീ മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ എത്തപ്പെടുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശബ്ദവും നിന്നെ വേറൊരു തലത്തിലേക്ക് അവിടെ നിന്ന് നിന്നെ ചേഞ്ച് ചെയ്ത്, അവിടെ നിന്ന് നിന്നെ ഡൈവേർട്ട് ചെയ്ത്, ആ ഒരു തലങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് നിന്നെ മുൻപോട്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Hallelujah. Hallelujah. ഒരു റൂത്ത് ഹാലി ബാർട്ടൺ എന്ന് പറയുന്ന ഒരു ഫൗണ്ടിംഗ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ഓഫ് ട്രാൻസ്ഫോമിംഗ് സെന്റർ, ആ പുള്ളിക്കാർ ഇപ്രകാരം പ്രമാണമായിരുന്നു: എ പർട്ടിക്കുലർ സ്പിരിച്വൽ പൊസിഷൻ വെയർ ഹ്യൂമൻ ബീയിങ്സ് ഹേറ്റ് ടു ബി, ബട്ട് വെയർ ദ ബിബ്ലിക്കൽ ഗോഡ് ഈസ് ഓൾവേസ് ലീഡിംഗ് ദം. എവിടെ അവര് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ, ഒരു പ്രത്യേക തലത്തിൽ അവർ വേറൊരു നിലവാരത്തിൽ അവര് ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ബൈബിളിലെ ദൈവം നമ്മോട് ഇടപെടുന്നതും ലീഡ് ചെയ്യുന്നതും എന്നാണ് പ്രവാചകനായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ, ആ നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സാഹചര്യത്തിലൂടെ ഈ രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലായിരിക്കുന്ന അവസ്ഥ, അവരെ നമുക്ക് കുറ്റം പറയുവാൻ എളുപ്പമാണ്. അവരെന്തുകൊണ്ട് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയാനിടയാ എളുപ്പമാണ്. എന്നാൽ അവരുടെ മനസ്സിന്റെ തലങ്ങൾ, മാനുഷിക തലങ്ങൾ, അവരുടെ പല ബൗദ്ധിക തലങ്ങൾ, അവരുടെ എല്ലാ നിലവാരങ്ങളിലും അവർ നോക്കുമ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ തിരിച്ച് മടക്കി ആ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നോക്കൂ, ഓർക്കേണ്ടുന്ന സമൂഹം ഓർക്കാതിരിക്കുമ്പോഴാണ് ഭയം വർദ്ധിക്കുന്നത്. എന്താണ് ഓർക്കേണ്ടത്? യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ, യേശു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുമ്പോഴാണ് എന്നിലും നിങ്ങളിലും ഭയം വർദ്ധിക്കുന്നത്. നമുക്ക് ആ ഭാഗങ്ങള് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന്റെ 23 വാക്യങ്ങളില് അതിന്റെ വേഴ്സ് 5 നമുക്ക് കാണുക, they were afraid. ആര്? ഈ സ്ത്രീകൾ അഫ്രൈഡ് ചെയ്തു. എന്നിട്ടും അടുത്ത ഭാഗം നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ വേഴ്സ് 5, bow down their face to the earth. അവരെങ്ങനെ നിന്നെന്ന് അറിയാമോ? അവരുടെ മുഖം കുനിഞ്ഞു നിന്നു. എന്തുകൊണ്ട് അവർ കുനിഞ്ഞു നിന്നത്? അവരെ ഞാൻ കുറ്റം പറയുകയല്ല, അവരെ ഞാൻ ആ തരത്തിലേക്ക് ചിത്രീകരിക്കുകയല്ല. എന്നാൽ അവർ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, എന്നോടും നിങ്ങളോടും ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഊവോ ഊവോ എന്ന് തന്നെയാണ്. ഭയപ്പെടേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പേടിച്ചു പോകേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിഭ്രമിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭ്രമിച്ചു പോകേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞാനും നിങ്ങളും ഭയത്തിലേക്ക് വഴുതി വീഴുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഓർക്കേണ്ടുന്ന വാക്ക് എന്തായിരുന്നു? The words of Lord Jesus Christ. യേശു കർത്താവിന്റെ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ സഹോദര സഹോദരി, ആരെങ്കിലും ഈ ഒരു സ്റ്റേറ്റിലൂടെ, ഈ ഒരു പ്രശ്നത്തിലൂടെ, ഈ ഒരു വിഷയത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഓർക്കുക, യേശു കർത്താവ് നിന്നോട് പറഞ്ഞ വാക്കുകൾ, യേശു കർത്താവ് നിന്നോട് അരുളി ചെയ്ത വാക്കുകൾ, യേശു കർത്താവ് നിന്നോട് ആജ്ഞാപിച്ച വാക്കുകൾ, യേശു കർത്താവ് നിന്നോട് വാഗ്ദത്തം ചെയ്ത വാക്കുകൾ ഓർക്കുക, ഓർക്കുക. അപ്പോൾ അവർ ഓർത്തു. ആരോർത്തു? What was his words? എന്താണ് his words? The Son of Man must be delivered into the hands of sinful men. ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും? പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. എന്നിട്ട് they will crucify. ആരെ? യേശു കർത്താവിനെ ക്രൂശിക്കും.
എന്നിട്ട് ഓൺ ദ തേർഡ് ഡേ ആരെന്ത് ചെയ്യുന്നറിയാമോ? ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. ഈ വാക്ക് യേശു കർത്താവ് താൻ ലോകത്തിലായിരുന്നപ്പോൾ പല പ്രാവശ്യം ശിഷ്യന്മാരോടും ഇവരോടൊക്കെ കർത്താവ് പറഞ്ഞ വാക്ക് ആരും മറന്നുപോയി. ഈ സ്ത്രീകൾ മറന്നു പോകുവാനിടയായി തീർന്നു. Praise the Lord. Hallelujah. Hallelujah. ഇനി നോക്കൂ, ഇത് നോക്ക്. അവിടെ മാത്രമല്ല, ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നേ. ഈ ശിഷ്യന്മാരോട് അവരെന്ത് ചെയ്യുന്നറിയാമോ? വാദിച്ചും തർക്കിച്ചുമാ പോകുന്നത്. അവിടെ കുഴപ്പമൊന്നുമല്ല. അവരുടെ, ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ സ്റ്റേറ്റിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന അവര് വാദിച്ചും തർക്കിച്ചും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഒരു പക്ഷേ ഇത് ഒരു തികച്ചും യാഥാർത്ഥ്യമായ കാര്യമായിരിക്കും. എല്ലാവർക്കും ഇത് യാഥാർത്ഥ്യമായ കാര്യമായിരിക്കും. പക്ഷെ ഒന്ന് ഓർക്കുക, നിന്നോടൊപ്പം നടക്കുന്ന ഒരു യേശു നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക, ഈ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കും. കോവിഡ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും. ഈ കോവിഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും. പക്ഷെ ഒന്നോർക്കുക, എന്നോടും നിന്നോടും കൂടെ നടക്കുന്ന എന്റെ യേശുവാണെന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറന്നു പോകാതിരിക്കുക. അത് ഓർക്കുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവരോട് കൂടെ നടക്കുന്നു. അവരെ കാണാതെ, യേശുവിനെ മനസ്സിലാകാതെ വണ്ണം അവരുടെ കണ്ണെന്ത് ചെയ്തു? അടയപ്പെട്ടു. പക്ഷേ അടുത്ത ഭാഗം, ഞാൻ ഈ ഭാഗം പറയാൻ വേണ്ടിയോ, വേഴ്സ് 17, they are sought. ഞാൻ പറഞ്ഞതിന് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ദുഃഖത്തിലായി തീർന്നത്? എന്തുകൊണ്ടാണ് തല കുനിച്ചു നിൽക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഭയം വന്നത്? അവർ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ മറന്നുപോയി. ഇന്ന് രാത്രിയിൽ ദൈവസഭയെ, ദൈവമക്കളെ, ദൈവജനമേ, ദൈവദാസനെ വിളിച്ചു പറയട്ടെ, ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഇന്ന് രാത്രിയിൽ ഫ്രസ്ട്രേഷനിലൂടെ, വേദനയിലൂടെ, ഞരക്കത്തിലൂടെ, കൺഫ്യൂഷനിലൂടെ, ആകപ്പാടെ പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ഒരു കാര്യം നീ മറന്നു പോകരുത്. യേശു കർത്താവിന്റെ വാക്കുകളെ നീ ഓർക്കുക. Praise the Lord. Praise the Lord. ഇങ്ങനെ അവർ ഓർക്കാതെ ഇരുന്നപ്പോൾ അവരെ ഓർപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കാര്യം മറന്നു പോകരുത്. ഇന്ന് ഞാൻ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ഈ വചനം എന്നെ തന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചതെന്നറിയാമോ? ഇന്ന് മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളെ ഓർപ്പിക്കുവാൻ. നിങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളുണ്ട്. നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങളോട് ആജ്ഞാപിച്ച പല കാര്യങ്ങളുണ്ട്. പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് മാനുഷികമായ നിലവാരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പലരും മറക്കുവാൻ സാധ്യതയുള്ളപ്പോൾ ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെയും അവൻ മറന്നുപോയെന്നും പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല. അവൻ നമുക്ക് വേണ്ടി ദൂതഗണങ്ങളെ അയച്ച്, അല്ലെങ്കിൽ ദൈവദാസന്മാരെ അയച്ച്, അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ അടുക്കലേക്ക് അയച്ച് നമ്മെ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഓർപ്പിക്കും. നമ്മൾ തളർന്നു പോകുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് അവസ്ഥകൾ, ഒരുപാട് തകർന്ന അവസ്ഥകൾ, തകർന്ന നിലവാരങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വയലന്റ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ എന്നെയും നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്ന മാധ്യമങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവർക്ക്, ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവന്റെ ഐഡന്റിറ്റിയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി നോക്കൂ, അടുത്തൊരു തലത്തിലേക്ക് അവർ പോകുകയാണ്. അടുത്തൊരു തലം. അപ്പോൾ ഇതുവരെയും യേശു കർത്താവ് കൂടെ നടക്കുകയും കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തുകയും തിരുവെഴുത്തുകളും മോശയും പറഞ്ഞതൊക്കെ, അല്ലെങ്കിൽ പ്രവാചകന്മാരും പറഞ്ഞതൊക്കെ അവരെ വെളിപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടും അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാനോ യേശുവിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കുവാനോ സാധിച്ചില്ല.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്പം അങ്ങോട്ട് മാറിയപ്പോൾ അടുത്ത ഒരു തലത്തിലേക്ക് അവർ മാറുകയാണ്. എന്താ തലം? അവർ യേശുവിനെ മനസ്സിലാക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനെ മനസ്സിലാക്കാൻ പോകുകയാണ്. അവർ യേശുവിനെ മനസ്സിലാക്കാത്തവർ യേശുവിനെ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരം ഇപ്രകാരമാണ്. ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ നടക്കുന്ന യേശു, നമ്മോട് സംസാരിക്കുന്ന യേശു, നമ്മോട് ഇടപെടുന്ന യേശു, ഇനി മാത്രമല്ല നമ്മുടെ ശബ്ദത്തെ കേൾക്കുന്ന യേശു, എന്റെ കരച്ചിലിനെ കേൾക്കുന്ന യേശു, എന്റെ ശബ്ദത്തെ കേൾക്കുന്ന യേശു, ആസ് എ ഗുഡ് കൗൺസിലർ, ഒരു നല്ല കൗൺസിലർ ആയിട്ട് യേശു കർത്താവ് അവരോട് കൂടെ ഇരിക്കുകയാണ്, അവരോട് കൂടെ നടക്കുകയാണ്. അവർ പറയുന്നതെല്ലാം കേൾക്കുകയാണ്, അവർ പറയുന്നതെല്ലാം മനസ്സിലാക്കുകയാണ്, അവരുടെ വ്യാകുലതകളെല്ലാം മനസ്സിലാക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്, അവരുടെ പിറുപിറുപ്പെല്ലാം മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം മറന്നു പോകരുത് സഹോദര, സഹോദരി, ഞാനും നിങ്ങളും പലപ്പോഴും പിറുപിറുക്കുമ്പോൾ ഓർക്കണം, ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഓർക്കണം, ഞാനും നിങ്ങളും മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ ഓർക്കണം, ഞാനും നിങ്ങളും മറ്റുള്ള ആഹാരം മുമ്പിൽ ഇരുന്നു കൊണ്ട് പിറുപിറുക്കുമ്പോൾ ഓർക്കണം, എന്റെ കൂടെ ഹല്ലേലൂയ സൈലന്റ് ആയിട്ട് ഒരു വ്യക്തി എന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ മറക്കുന്ന കാര്യമാ. ശിഷ്യന്മാരും മറന്നുപോയി. അവര് പിറുപിറുക്കുകയാണ്, അവർ തർക്കിക്കുകയാണ്, അവർ വാദിക്കുകയാണ്. സഹോദര, വാദിക്കുമ്പോൾ ഓർക്കുക, സഹോദര തർക്കിക്കുമ്പോൾ ഓർക്കുക, സഹോദര കുറ്റം പറയുമ്പോൾ ഓർക്കുക, സഹോദര മറ്റുള്ള പരദൂഷണം പറയുമ്പോൾ ഓർക്കുക, എന്റെ കൂടെ ഞാൻ അറിയാതെ എന്റെ കൂടെ നടക്കുന്ന ഒരു യേശു എന്നോടൊപ്പം കൂടെയുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാക്കും, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുന്ന ഒരു യേശു എന്റെ കൂടെയുണ്ട്. എത്ര പേര് മനസ്സിലായി? മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ സഭയിൽ അങ്ങനെ ആരുമില്ലാത്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ മനസ്സിലാക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, തീൻമേശയുടെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ലിസണർ അല്ലേ, സൈലന്റ് ലിസണർ. പ്രൈസ് ദി ലോർഡ്. എന്തിനറിയാമോ? നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു സൈലന്റ് ലിസണറിനെ കുറിച്ച് നമ്മൾ എല്ലായിടത്തും എഴുതി വെച്ചാൽ പോരാ, മനസ്സിലാക്കണം. നീ നിന്നെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വാദിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് തർക്കിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് പരിഹാസം പറയുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് മറ്റു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് പല ചിന്തകൾ ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഓർക്കുക സഹോദര, ഓർക്കുക സഹോദരി, നിന്റെ കൂടെ സൈലന്റ് ആയി നടക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ മനസ്സിലാക്കുന്നത് എന്റെ സ്വന്തം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എന്റെ സ്വന്തം ബലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. യേശു കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, we cannot believe by our own reason and strength. It is only by the Holy Spirit that one come to believe. എന്നാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ ശക്തി കൊണ്ടോ എന്റെ റീസൺ കൊണ്ടോ എനിക്ക് യേശു കർത്താവിന്റെ ശക്തിയെയോ യേശു കർത്താവിനെയോ വിശ്വസിക്കാൻ പറ്റത്തില്ല. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവരോട് കൂടെ പോകുന്ന യേശു. ഇനി നോക്കൂ, കൂടെ പോവുക മാത്രമല്ല, ഒന്ന് യേശു കർത്താവ് അവരോട് കൂടെ നടക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നു, അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി നോക്കൂ, സ്റ്റേയിങ് വിത്ത്, അവരോട് കൂടെ നമ്മോട് ചേർന്ന് നമ്മോട് ഒരുമിച്ച് നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണുവാനായി കഴിയും. അവർ വിളിച്ചപ്പോൾ യേശു കർത്താവ് അവരുടെ കൂടെ പന്തിയിലിരുന്നപ്പോൾ യേശു കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് അവരുടെ കണ്ണിന് മറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ആരായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ
എല്ലാ അവസ്ഥയിലും നമ്മുടെ യേശു കർത്താവുണ്ട്. നമ്മുടെ ഭവനത്തിൽ നാം ക്ഷണിക്കാത്ത അതിഥിയായിട്ട് നമ്മുടെ കർത്താവ് വരുന്നുണ്ട്. ആ സാന്നിധ്യം മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കിലൂടെ നിർത്തുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം കൂടെ ഓർപ്പിക്കും പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. നമുക്ക് യേശുവിനെ നമ്മൾ തകർന്നു പോയെന്ന് തോന്നുന്ന സാഹചര്യം, നമ്മൾ നിരാലംബരായി തോന്നുന്ന സാഹചര്യം, ആശയവിനിമയങ്ങൾ കൊണ്ട്, നമ്മുടെ റീസണിങ് കൊണ്ട് നമ്മൾ തകർന്ന് അല്ലെങ്കിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മോട് കൂടെ നടന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മോട് കൂടെ നടക്കുകയും നമ്മുടെ വാക്കുകൾ കേൾക്കുകയും നമ്മോട് ഒരുമിച്ചായിരിക്കുകയും നമ്മോട് ഒരുമിച്ച് അത്താഴത്തിലിരിക്കുകയും നമ്മോട് ഒരുമിച്ച് നമ്മുടെ ഭവനത്തിലായിരിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കി, അവന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കി, അവന്റെ വാക്കിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം ഇപ്പോൾ ജോർജ്